ലാവയുടെ ലാവ യുവ സ്റ്റാർ 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ യുവ സ്റ്റാർ 4G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ബാക്കി മിക്ക ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ചില ബ്രാൻഡുകളൊക്കെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും പല ബ്രാൻഡുകളുടെ ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.75 HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനാണ് സാധാരണ വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതില്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഉണ്ടെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. പിന്നെ 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നേ ഉള്ളൂ. പക്ഷേ 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ എന്നത് ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും പറയാനും പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ എക്സെപ്ഷണലായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വലിയ തരക്കേടില്ല എന്നും പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക്, ലെവൻഡർ, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC 9863A എന്ന പ്രോസസറാണ് ഇതിൽ വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ ഓക്കെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടതാണ്. ഹെവി പെർഫോമൻസ് ഒന്നും ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത്. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലാണ് വരുന്നത്. ഈ ഒരു വർഷം മാത്രമാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതും ഓക്കെയാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ പ്രോസസർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിന്റെ ലൈറ്റ് വെർഷൻ ആണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്. അപ്പം അതാണ് Go Edition സോഫ്റ്റ്വെയർ. ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. കാര്യമായിട്ട് ബ്ലോട്ട് വേസ് ഒന്നും ഉണ്ടാവില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു A ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒന്നുമില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കുകളില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലും എക്സെപ്ഷണലായിട്ട് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഫോണിൽ ഭയങ്കര നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 6499 രൂപയാണ്. ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്തൊരു പ്രോസസറും ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ എന്ന് പറയാവുന്നതാണ്. ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലാവയുടെ ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.